പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനു ശേഷം ഇന്ത്യയോടുള്ള താൽപര്യം ലോക രാജ്യങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. വിദേശത്തു നിന്ന് വരുന്ന പലരും ഇന്ത്യയിൽ താമസിച്ച് ഇവിടുത്തെ സംസ്കാരവും വൈവിധ്യവുമായി ഇഴുകിച്ചേർന്ന് ജീവിക്കാൻ അത്രയധികം ഇഷ്ടപ്പെടുന്നു. മാത്രമല്ല, ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യ എന്ന് കേട്ടാൽ പ്രത്യേക ബഹുമാനവും നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം ഇന്ത്യൻ ജനതയ്ക്ക് അത്രയധികം അഭിമാനമാണ്. ഈ അഭിമാനം നേടിത്തന്നത് നരേന്ദ്രമോദി എന്ന നേതാവാണെന്ന് പറയാൻ മടിയില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അമേരിക്കക്കാർക്കാണ് ഇന്ത്യയെ കൂടുതൽ ഇഷ്ടമെന്നും പറയപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ താമസിക്കുന്ന വിദേശികളായ പലരും ഇന്ത്യയിലെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുമുണ്ട്. അതിലൊരാളാണ് അമേരിക്കക്കാരിയായ ക്രിസ്റ്റൻ ഫിഷർ. 4 വർഷമായി ഭർത്താവിനോടും കുട്ടികളോടുമൊപ്പം ഇന്ത്യയിലാണ് ക്രിസ്റ്റൻ കഴിയുന്നത്. ഇന്ത്യയിൽ തനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും എന്നാൽ ബുദ്ധിമുട്ട് തോന്നിയ കാര്യങ്ങളും ഏതൊക്കെയാണ് എന്ന് വെളിപ്പെടുത്തുകയാണ് തന്റെ പോസ്റ്റിൽ ക്രിസ്റ്റൻ. അതാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത്. ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു വിദേശി എന്ന നിലയിൽ ഇക്കാര്യങ്ങൾ സമ്മതിക്കാൻ തനിക്ക് നാണക്കേടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്രിസ്റ്റൻ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത്. എനിക്ക് എന്റെ കുടുംബത്തെ മിസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ഭക്ഷണം എനിക്കിഷ്ടമാണ്. മൈനോറിറ്റി ആയിട്ടിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഡൽഹിയിലെ മലിനീകരണം താൻ വെറുക്കുന്നു. കുട്ടികൾക്ക് ഇന്ത്യയാണ് നല്ലത്. സസ്യാഹാരം കഴിക്കുന്നതാണ് നല്ലതെന്ന് താൻ കരുതുന്നു. കൂടുതൽ എളിമയുള്ള രാജ്യമാണ് ഇന്ത്യ. എന്നാൽ തെരുവുകളിലെ മാലിന്യങ്ങളോട് തനിക്ക് വെറുപ്പാണ്. ഇന്ത്യയിലെ ഭക്ഷണം ആരോഗ്യകരമാണ്. ഇന്ത്യയിലെ ആതിഥ്യ മര്യാദയും മികച്ചതാണ്. ഇന്ത്യയിലെ ലോക്കൽ ഫാമിംഗ് മികച്ചതാണ് എന്നാണ് ക്രിസ്റ്റൻ പോസ്റ്റിൽ പറയുന്നത്. ഇന്ത്യ എല്ലാ കാര്യത്തിലും മികച്ചതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ നമ്മൾ തന്നെ നമ്മുടെ സന്തോഷം കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് ഇതുകൂടാതെ ക്രിസ്റ്റൻ പറയുന്നത്. ഒരു സ്ഥലവും പെർഫെക്റ്റ് അല്ല. ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു വിദേശ വനിത എന്ന നിലയിൽ തനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും ഇന്ത്യയിലുണ്ട്. ഇന്ത്യക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ അനിഷ്ടമുണ്ടെങ്കിലും ഇന്ത്യയെ താൻ സ്നേഹിക്കുന്നു എന്നാണ് അവൾ പറയുന്നത്. ഒപ്പം അതുപോലെ തനിക്ക് അമേരിക്കയും ഇഷ്ടമാണ്. എന്നാൽ അവിടെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും കരുതും പോലെ അതും എല്ലാം തികഞ്ഞ ഒരു രാജ്യമല്ല എന്നും ക്രിസ്റ്റൽ കുറിക്കുന്നു. മാത്രമല്ല, ഇന്ത്യൻ ഭക്ഷണത്തെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മറ്റൊരാളുടെ വീഡിയോയും വൈറലാകുന്നുണ്ട്. UK-യിൽ നിന്നുള്ള ഷെഫും കണ്ടന്റ് ക്രിയേറ്ററുമാണ് ജെയ്ക്ക് ഡ്രയാൻ. മിക്കവാറും ഇന്ത്യൻ വിഭവങ്ങൾ പാചകം ചെയ്യാറുണ്ട്. അടുത്തിടെ താൻ പാകം ചെയ്ത ഇന്ത്യൻ വിഭവങ്ങൾ ഷെയർ ചെയ്യുന്നതോടൊപ്പം എങ്ങനെയാണ് തനിക്ക് ഇന്ത്യയിലെ വിഭവങ്ങളോട് ഇങ്ങനെ ഒരു സ്നേഹം രൂപപ്പെട്ടു വന്നത് എന്നതിനെക്കുറിച്ചും ജെയ്ക്ക് വിവരിച്ചു. വീഡിയോയുടെ ക്യാപ്ഷനിൽ ജെയ്ക്ക് പറയുന്നത് തന്റെ പാചകയാത്രയെക്കുറിച്ചും ഇന്ത്യൻ വിഭവങ്ങളോടുള്ള തന്റെ ഇഷ്ടത്തെക്കുറിച്ചുമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയേറെ ഇന്ത്യൻ ഭക്ഷണം പാകം ചെയ്യുന്നതെന്ന് എല്ലാ ദിവസവും തന്നോട് ആളുകൾ ചോദിക്കാറുണ്ട്. തനിക്ക് 12 വയസ്സുള്ളപ്പോഴാണ് 2 ഗുജറാത്തി സുഹൃത്തുക്കളോടൊപ്പം താനെന്ന് ഒരു ബാൻഡിൽ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. ആ കാലത്താണ് ആ ഇഷ്ടം തുടങ്ങിയത്. അവരുടെ കുടുംബം ഞങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ ഭക്ഷണം പാകം ചെയ്യുമായിരുന്നു. അത് തനിക്ക് ഇഷ്ടമായിരുന്നുവെന്നും ജെയ്ക്ക് പറയുന്നു. തന്റെ പ്രൊഫഷണൽ ട്രെയിനിങ് ഇന്ത്യൻ ഭക്ഷണവുമായുള്ള തന്റെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കിയത് എങ്ങനെയെന്നും ജെയ്ക്ക് വിശദീകരിച്ചു. ഷെഫായി പരിശീലനം നേടിയ ശേഷം ഒരു ഹോട്ടലിൽ ജോലി ചെയ്തു. ആ സമയത്ത് തന്റെ സഹപ്രവർത്തകരിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരായിരുന്നു. അവർക്ക് വേണ്ടിയും താൻ പാചകം ചെയ്യുമായിരുന്നു. അത് അവരുടെ അമ്മയുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചി പോലെയുണ്ട് എന്ന് അവർ പറയുമായിരുന്നുവെന്നും ജെയ്ക്ക് പറയുന്നു. ഇതൊക്കെയാണ് ഇന്ത്യൻ ഭക്ഷണം ഒരുപാട് ഉണ്ടാക്കാനും ഇന്ത്യൻ ഭക്ഷണം ഇഷ്ടപ്പെടാനും കാരണമെന്നാണ് ജെയ്ക്ക് പറയുന്നത്. താൻ ഇപ്പോഴും അതേക്കുറിച്ച് പഠിക്കുകയും പരിശീലിക്കുകയുമാണെന്നും ജെയ്ക്ക് പറയുന്നുണ്ട്. ഒപ്പം ഓരോ സ്ഥലത്തെയും ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഇഷ്ടത്തെക്കുറിച്ചും ജെയ്ക്ക് സൂചിപ്പിക്കുന്നുണ്ട്. വീഡിയോയിൽ ജെയ്ക്ക് വിവിധ ഇന്ത്യൻ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതും കാണാം. ഇന്ത്യ മറ്റു രാജ്യങ്ങളിലെ ആൾക്കാരുടെ മനസ്സിൽ അത്രയധികം ഇടം നേടിയിട്ടുണ്ട് എന്നതിന്റെ ചെറിയൊരു ഉദാഹരണങ്ങൾ മാത്രമാണിത്. ഇതുപോലെ ഇന്ത്യയെക്കുറിച്ച് വാതോരാതെ പറയുന്ന നിരവധി വിദേശികളെയും കാണാൻ കഴിയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.